എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിക്കുകയാണ് ട്രെയിലർ എന്ത് ഇത്. അപ്പോൾ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ യാത്രയിലൊക്കെ ആയതുകൊണ്ടും പിന്നെ വണ്ടി ഓട്ടം പോയായിരുന്നു, അതുകൊണ്ട് വണ്ടി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി ലോഡ് കയറ്റാൻ പോവുക. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതെ, പുറകോട്ട് നോക്കിക്കോണം. കിലോമീറ്റർ നീളമാ. കിലോമീറ്റർ നീളമൊക്കെ ഇതൊന്നും കാണത്തില്ല കേട്ടോ. പെട്ടിയാ കവർ ചെയ്ത് നിൽക്കുന്നത്. പെട്ടി ഉണ്ടല്ലേ, ആ ഗ്ലാസ് അത് അതിൽ കാണാലോ. അത്യാവശ്യം കാണാം. അത് ചെരിഞ്ഞു വരുമ്പം പെട്ടി മറവാ. പുറകോട്ട് കാണാത്തതല്ല, വണ്ടി അങ്ങ് ദൂരത്താ ബാക്കിലുള്ളത്. അന്നേ പുതിയ വണ്ടി വന്നതിൽ ഇച്ചിരി സ്മൂത്ത് ആയില്ലേ കുറെ ഓടിയപ്പോ? പുതിയ വന്നതിലും നല്ല സ്മൂത്തായി വണ്ടി. 66 ഓടിക്കുന്നതിൽ സുഖം കേട്ടോ. പുതിയ വണ്ടിയല്ലേ. പുതിയ ട്രാവൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, മെയിൻ ഡ്രൈവർ ഒരുങ്ങി വരാൻ വേണ്ടി ഒത്തിരി സമയം എടുത്തു. വണ്ടി ലോഡ് കയറ്റാൻ പോണ്ട. എന്ത് ചെയ്യാനാ, രാവിലെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. കട്ടർ ഇടുമ്പോ നല്ല സുഖമാണ്, സീറ്റേന്ന് ഇങ്ങനെ പൊങ്ങി പോവാ. അതെ, അല്ല അത് ഹൈഡ്രോളിക് ആണല്ലോ, അതുകൊണ്ട് നല്ല സുഖമല്ലേ. മറ്റേ സീറ്റ് പോലെ സുഖമാ. അകത്തിരിക്കുന്നവർക്ക് സുഖമില്ലാത്തുള്ളൂ, ഓടിക്കുന്നവർക്ക് നല്ല സുഖം. ഡ്രൈവർക്ക് കുഴപ്പമില്ല, സൈഡിലിരിക്കുന്നവർക്കാ. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്രെയിലർ എന്ത് ചെയ്യും, ഓടാൻ തുടങ്ങിയില്ലെന്ന്. അത് വണ്ടി ഓടുന്നുണ്ടായിരുന്നു, ഈ വണ്ടി വരുന്ന സമയത്ത് നമ്മൾ കാണത്തില്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്നും സമയമില്ല പറയണം. ഈ വണ്ടി ഇനിയിപ്പോൾ ലോഡ് കയറ്റാൻ പോയി, അതുകൊണ്ട് അധികം സമയം ഇതിന് വീഡിയോ ചെയ്യാൻ വേണ്ടി സമയമില്ല. അപ്പറേ അങ്ങനെ കൊണ്ട് വണ്ടി പറഞ്ഞു വിടാം. അല്ലേ, ഇന്ന് ലോഡ് കയറ്റ് നടക്കുകയല്ല. സൗണ്ടൊന്നുമില്ല അല്ലേ, നല്ല സ്മൂത്തല്ലേ? നല്ല സ്മൂത്താണ്. പക്ഷെ ചായക്കെടുത്ത വണ്ടിയുടെ കുമിൻസ് എഞ്ചിനാണ് ഇത്. ഭാരത് ബെൻസിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. ഇതിന് മുമ്പിലത്തെ വണ്ടിയല്ലേ. അല്ല, ഈ വണ്ടിക്ക് മാറ്റം വന്നിട്ടില്ല. ഇതിൽ കുമിൻസ് വന്നിട്ടില്ല, ട്രെയിലറിന് വന്നിട്ടില്ല. അതായത് കുമിൻസ് എഞ്ചിൻ വരുന്നത് 12 വീല്, 14 വീല്, 16 വീല്, ആ 3 ടൈപ്പ് വണ്ടികൾക്കേ ഇപ്പം വന്നിട്ടുള്ളൂ. കാലി വണ്ടിയല്ലേ, അതുകൊണ്ടാണ്. അല്ല, അല്ലെങ്കിലും ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ 42 ടണ്ണ് കയറ്റാവുന്ന, ലോഡ് 42 ടണ്ണ് കയറ്റാവുന്ന. അപ്പം അതിൻ്റെതായ കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ ബ്രേക്കിനും. ചെറുതായിട്ട് ചവിട്ടിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ ഹമ്പൊക്കെ വരുമ്പോൾ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. കാലിയാണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേണ്ടി വരുന്നുണ്ട് ഇപ്പം കേട്ടോ. അതാണ് നല്ലതായിരിക്കും, ഭയങ്കര സുഖമായിരിക്കും. ഇത് ഗിയർ ഓട്ടോമാറ്റിക് നമ്മൾ ട്രെയിലർ ഓടിച്ചു, പ്ലാന്റിൽ പോയപ്പോൾ ഓടിച്ചേ ആ വണ്ടി വരുന്നുണ്ട്. അത് വന്നാൽ നല്ല അടിപൊളിയാ. അതെടുത്താൽ പക്ഷെ നല്ല വില വ്യത്യാസമുണ്ട്. ഇത് മതി, ഗിയർ മാറുന്ന അത്ര പാടുള്ള കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അതുമല്ല, മൈലേജ് ഇത്രയും കാണത്തൂല്ല, കുറവായിരിക്കും. പക്ഷെ ഓടിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, കാർ ഓടിക്കുന്നല്ലേ. ഇപ്പം ഈ വണ്ടി നമ്മൾ ലോൺ എടുത്തത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലോണാണ്. SBI നാഗമ്പടം ബ്രാഞ്ചിലെ ലോണാണ്. അത് 7 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഓൺ റോഡിൻ്റെ 85% ലോൺ കിട്ടി. അപ്പോൾ അത് മുത്തൻ്റെ ഉത്തരവാദിത്തമാണ്. മാസം 80,000 രൂപ അടവാ. 79 അല്ലേ, 79,000 രൂപ അടവാണ്. നീളം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളൂ കുറച്ചുകൂടെ ട്രെയിലർ ഓടിക്കുമ്പോഴേ. പിന്നെ തിരിക്കുന്നിടമൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നമ്മൾ ഇച്ചിരി പ്രാക്ടീസ് വേണം. പിന്നെ ഈ സീറ്റേന്നേ ഞാൻ ഇടയ്ക്ക് പൊങ്ങി പോകുന്നു. അല്ല, അത് കുറച്ച് ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചാര് കണ്ടല്ല, സീറ്റ് നമുക്ക് കുറച്ചുകൂടെ താത്തി വെക്കാൻ പറ്റും. ഇവിടെ അവിടെ താക്കാം, അത് വേണ്ടല്ലോ, കറക്റ്റ് അല്ലേ ഇരിക്കുന്നത്. ഇനിയും താക്കണ്ടോ, ഇത് ഒരു താന്നായിരിക്കുന്നത്. അത് പൊങ്ങി ഇതിങ്ങനെ ഹൈഡ്രോളിക് സീറ്റിൽ ഇരുന്ന് ശീലമില്ലല്ലോ, അത് കുറച്ച് ഓടിച്ച് ശീലിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലതാ. ഈ സീറ്റ് ഇങ്ങനെ നല്ല സുഖമായി ഇവിടെ ഇരിക്കാൻ. ശരിക്കും കിടന്നുറങ്ങാൻ പാടാന്നുള്ളേ ഉള്ളൂ, ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കിടക്കാൻ ബുദ്ധിമുട്ടാ, പക്ഷെ ഇരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ. 2 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. അതെ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ബെഡാക്കിയേക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം. നമുക്ക് ഇതേലും ഒരു ട്രിപ്പ് പോവാം. അന്നേരം പോയിച്ച് വരുമ്പോഴത്തേനും നല്ല എക്സ്പെർട്ട് ആവും. അതൊന്ന്, പിന്നെ ലോഡ് കയറ്റി ഇച്ചിരി കുലുക്കവും ചാട്ടവും ഒക്കെ ഉണ്ടാവും. ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ പോണോന്ന് ആലോചിച്ച, അത് നടന്നില്ല.
കണ്ടോ ചേട്ടൻ കണ്ടോ ഞാൻ പറഞ്ഞേ. അതാ അത് സീറ്റായിരിക്കുമ്പം ഡ്രൈവർക്ക് കുലുക്കം ഉണ്ടാവുമല്ലോ, നല്ല സുഖമല്ലേ. ഈ ടിപ്പറിനൊക്കെ ഇത് വരുന്നത് കേട്ടോ, ടിപ്പറിനും ട്രെയിലറിനും ഈ സാധനം വരുന്നുള്ളൂ, ആ സീറ്റ്. ആ സീറ്റ് ബാക്കി വണ്ടികൾക്ക് ഇല്ല. എന്നാ വെച്ചാൽ ഇതിനാ കൂടുതൽ കുലുക്കം ഉണ്ടാകുന്ന വണ്ടികൾ. ടിപ്പറൊക്കെ ആണെങ്കിലും മോശം വഴിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ ഞാൻ ഒതുക്കുവാണെങ്കിൽ അവരെ കൊടുത്തു വിടാൻ വണ്ടി. അപ്പം എന്നാൽ നമുക്ക് ഇറങ്ങിയേക്കാം. ട്രെയിലർ ലോഡ് കയറ്റാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പം അശോകലേലൻ്റെ സർവീസ് സെൻറ്ററിലേക്ക്. ഇപ്പോൾ രാവിലെ മെയിൻ ഡ്രൈവർ വന്നില്ലായിരുന്നു, കോ ഡ്രൈവറെ പറഞ്ഞു വിട്ടെ ട്രെയിലർ ഓടിക്കാൻ വേണ്ടിയിട്ട്. അതെ, രാവിലെ മെയിൻ ഡ്രൈവർക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അടുത്ത ട്രിപ്പ് പോകണ്ടേ, വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു, അതെല്ലാം ഒന്ന് അടുപ്പിച്ച് വെക്കുമായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ആ, നമ്മുടെ പട്ടാളക്കാരനെ കുറച്ച് ദിവസം ഇവിടെ ഇടേണ്ടി വരുമോ? ഇത് കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് ഇന്നലെ ഡ്രമ്മൊക്കെ ലേറ്റി കൊടുത്തേക്കല്ലായിരുന്നു, അതൊക്കെ രാവിലെ കിട്ടി. അതവർ ആ വീല് ബാക്കിലെ 2 വീല് സെറ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അതെ ഹബ്ബും ഡ്രമ്മൊക്കെ, ഡ്രമ്മ് കൊണ്ടുവന്നില്ല, ഡ്രമ്മ് കൊണ്ടുവന്നു. ഇതല്ലേ, ഇതുണ്ടോ ഡ്രമ്മ് ചെറുതായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടോ, അകത്തുണ്ടോ കളർ ശകലമായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞു. അപ്പം ഹബ്ബും റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഹബ്ബ് സെറ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാർഡിയോളജി കാണിക്കാൻ. ഇത് ഇനിയിപ്പോൾ ഈ 2 വീലും സെറ്റ് ചെയ്തിട്ട് വണ്ടി ഇവിടുന്ന് മാറ്റിയിടണം. ഇത് അലൈൻമെൻറ്റിൻ്റെ പേരല്ലേ, അപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടിട്ട് വേണം എഞ്ചിൻ അഴിക്കാൻ. ഇതേ ഞാനോർത്ത് ടയറൊക്കെ ഇട്ട് വണ്ടി മാറ്റിയിട്ട് കാണുമല്ലോ. ലേറ്റ് കിട്ടാൻ ഇച്ചിരി താമസിച്ചു. ആണോ? ആ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നിൽക്കാം. നമ്മളിപ്പോൾ എഞ്ചിൻ്റെ പരിപാടി തുടങ്ങും. ആ അത് അഴിക്കണം. എന്നാലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിനി ഏതെങ്കിലും ട്രിപ്പൊക്കെ പോകുമല്ലേ, പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞേ വരുള്ളൂ. കുഴപ്പമില്ല, അപ്പം പിന്നെ എഞ്ചിൻ്റെ പരിപാടി തുടങ്ങാം. ആ ഒത്തിരി ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് തീർത്ത് തരണം. ഇല്ല ഇല്ല, ആളിവിടെ കൂടെ നിൽക്കാനൊന്നും ആളില്ല ഹോസ്പിറ്റലിൽ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ശ്രീനാഥ് സർവീസിന് ഇൻചാർജ്, സർവീസിൻ്റെ എല്ലാം ഇവിടുത്തെ. അതെ ഗ്രീസൊക്കെ ഇട്ട് ബെയറിങ് കയറ്റിയിട്ടു, ഇനി ഹബ്ബൂടെ കയറ്റി വയ്ക്കാം. ഓയിൽ സീൽ കേട്ടോ, ഒരെണ്ണം അകത്തിട്ടിട്ടുണ്ട്, ഇത് പുറത്തുള്ള 2 ഓയിൽ സീലും 2 ബെയറിങ്ങും ഉണ്ട്. ബെയറിങ് ആദ്യം കയറ്റിയിട്ട് ഒരെണ്ണം, പിന്നെ രണ്ടാമത് തെറ്റില്ലേ ചെറിയ ബെയറിങ്, അല്ലെങ്കിൽ ബെയറിങ്. അതെ, ലേത്തി കൊണ്ടുപോയി എന്താ ചെയ്തത്? ഇതേ ഹബിൻ്റെ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഓയിൽ ലീക്ക് അല്ലായിരുന്നോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫേസ് ചെയ്തു മൊത്തം. ഇത് ലെവൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ലേത്ത കയറ്റിച്ച് കട്ട് ചെയ്യും, ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടും. അപ്പോൾ ഇതെല്ലാം ഒരേ ലെവൽ വരും. പിന്നെ ഈ സ്റ്റഡ് എല്ലാം മാറി, ഇതുണ്ടോ ഇതെല്ലാം പുതിയത് ഇട്ടതാണ്, ഇതെല്ലാം പോയായിരുന്നു. പോയെന്ന് പറഞ്ഞാൽ പിരി പോയതും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറി. ഇവിടെ ഫേസ് ശകലം കട്ട് ചെയ്യുകയും ചെയ്യും. അല്ല ഹബിനട്ട് മുറുക്കുന്ന സ്പാനറാണ് അത്, എന്നിട്ട് അതിനകത്തോട്ട് കയറ്റിയിട്ട് പിടിച്ച് നല്ല വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് മുറുക്കും. എല്ലാം വെട്ടി അഴിച്ചോണ്ടേ അതിലെല്ലാം ഇതുണ്ടോ ചടങ്ങ് നിൽക്കുക. അപ്പോൾ അതിനകത്തോട്ട് കയറി വീഴാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതങ്ങനെ അടിച്ചൊതുക്കുന്നത്. അതെ കണ്ടോ, അതിനകത്ത് മുറക്കുന്ന സ്പാൻ ഇട്ടിട്ട് കണ്ടോ, അത് ഞാൻ അതിനകത്ത് വലിയ ലിവർ ഇട്ടിട്ട് വലിച്ചു മുറുക്കും. സെറ്റ് ചെയ്യുന്ന ഹബ്ബ് ഇളക്കം നോക്കിയിട്ടേ. ചെറിയ സ്പാനർ. ആ അപ്പോൾ അതൊരു 10 കിലോ കാണും കേട്ടോ. 10 കിലോ അത്ര കുറവാണോ? അല്ലേ, അത്ര കുറവല്ല. ഇതെടുത്ത് കൈ പിടിച്ചോണ്ട് വേണ്ട ചെയ്യാൻ. അവിടെ ഒരു ലോക്ക് നട്ട് ഉണ്ട്, അതാ പിന്നെ ശകലം ലൂസ് ചെയ്യും പുറകിലേക്ക്. ആ ഓയിൽ സീൽ തന്നെയാണ്, ഓയിൽ സീൽ കയറ്റിട്ടു. ഇതേണ്ട ഇതാ ഓയിൽ സീല്. ഇതിനകത്ത് ഇത് റബ്ബറാണ്, പക്ഷേ ഇതൊരു മെറ്റൽ പാർട്ട്. ഇത് റബ്ബറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓടാതെ കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴും പിന്നെ കുറേ നാൾ ചുമ്മാ കിടക്കുമ്പോൾ ഇത് ഈ റബ്ബർ ഉറഞ്ഞു പോകും.
അങ്ങനെ ഈ സീൽ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഓയിലും ഗ്രീസും എല്ലാം ലീക്കായി വീലിനകത്തേക്ക് ഇറങ്ങും. വീലിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ലൈനറെല്ലാം ഓയിൽ വന്ന് ബ്രേക്ക് കിട്ടത്തില്ല, നല്ലപോലെ ബ്രേക്ക് കുറയും. നല്ലപോലെ ലീക്കായെങ്കിൽ ചവിട്ടി ഒട്ടും നിൽക്കുകയല്ലോ, ഓയിൽ അതിനകത്തോട്ട് പിന്നാലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ പുതിയതാണ്. അപ്പോൾ അത് ആക്സിൽ പാക്കിങ്. എന്നിട്ട് ആക്സിൽ കയറ്റിയിട്ട് അങ്ങ് മുറിക്കാൻ മതി. അപ്പോൾ ആക്സിൽ കയറ്റിയിടാൻ പോവാം. അപ്പോൾ ആക്സിൽ അവിടെ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പക്ഷേ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ അവർ സൈഡ് അനുഭവം കൂടെ വെച്ചിട്ടാണ് വെച്ചത്. അതിനെന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് അല്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ലേത്തി കൊടുത്ത് ഫേസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ആക്സിൽ നേരെ കയറ്റിയിട്ട് മുറിക്കാൻ മതി. ആ പാക്കിങ് മാത്രം മതി, ലീക്കുണ്ടാവുകയില്ല. അതെ, ആക്സിൽ കയറ്റിയിട്ടു. അപ്പോൾ അതെ ആ സൈഡ് അപ്പോൾ കയറ്റി ഇത് ഇപ്പുറത്തേയും കൂടെ കയറ്റുക. ഇങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിലും ചെന്ന് നിന്നാലേ വണ്ടിയുടെ പണിയൊക്കെ പഠിക്കും. അങ്ങനെ അവിടെ നിൽക്കണം രാവിലെ തൊട്ട് ഈ പണി തീരുന്നിടം വരെ. ഇതൊന്നും കണ്ടിട്ട് പിന്നെ ഒരു ട്രിപ്പ് അല്ലെ പിന്നെ എപ്പോഴും ആയിരിക്കും വരുന്നത്. പിന്നെ കാണുന്നില്ലാത്തത് ഓർത്തിരിക്കുകയില്ലല്ലോ. നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പണി തീരത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പണിയും പഠിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുവിധം പണിയെല്ലാം പഠിക്കാൻ പറ്റുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളും അഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പഠിക്കാൻ പറ്റും. ഒരാഴ്ച ഇവിടെ നിന്നാൽ മതി, 8-10 ദിവസം. ട്രിപ്പ് പോകണ്ടേ? പിന്നെന്ന് വെച്ചാൽ എൻജിൻ ഹാഫ് എൻജിനാണ് അഴിക്കുന്നത്. അപ്പോൾ അത് അഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. പിന്നെ അതനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അതും കുറേ ലെയ്ത്ത് വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കുറച്ച് ദിവസങ്ങളെടുക്കും, താമസിക്കും. അപ്പോൾ ഇന്നലെ ഡ്രമ്മും ഈ ഹബ്ബൂടെ എടുത്ത് കൊടുത്തതല്ലേ. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയി ഇന്നിപ്പം ഉച്ചയായപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു താമസം എന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ താമസം ഉണ്ടാവും അഴിച്ചു വെച്ച് കഴിഞ്ഞ്. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. അതുകൊണ്ട് ആ ഡ്രമ്മിനകവേ ചെറുതായിട്ട് ലേത്തിൽ കട്ട് ചെയ്ത് വിട്ടു, പോളിഷ് ചെയ്താണ്. അപ്പം ഇച്ചിരി ബ്രേക്ക് നല്ലപോലെ ഗ്രിപ്പ് കിട്ടും പിടിക്കാൻ. മറ്റേ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിനുസമായിരിക്കുമായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്താൽ 2 ഡ്രമ്മ് അതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് എടുത്ത് വിട്ടു. അപ്പോൾ അത് കയറ്റിയിടാൻ തുടങ്ങാം. അപ്പോൾ അതെ, നീ ഡ്രമ്മ് കയറ്റിയിടുക. അപ്പോൾ അതെ, ഇപ്പോൾ നമ്മുടെ ടയർ കയറ്റിയിടുക. വെയിലെല്ലാം സെറ്റ് ചെയ്തു. ചെറിയ ടയർ വെയിലെല്ലാം സെറ്റ് ചെയ്തു. ഡ്രമ്മെല്ലാം കയറ്റിയിട്ടു. ടയറോടെ കയറ്റിയിട്ടാണ്. ഈ ടയറൊക്കെ ഉരുട്ടി അങ്ങോട്ട് കയറ്റിയിടുക എന്ന് പറഞ്ഞാൽ അത് ബാലൻസാണ്, ആരോഗ്യമല്ല, ബാലൻസാണ്. സ്ഥിരം ടയർ അങ്ങനെ ബാലൻസ് ഇല്ല. അതറിയാം. ടയർ അഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലോ. അല്ലെങ്കിൽ ഏതായാലും ടയർ ഇടാൻ മുന്നിലായിരിക്കും. വെറുതെ വരുമെന്ന് പറയില്ല. ഇനി അടുത്ത ട്രിപ്പ് ഇനി അതായിരിക്കും. അതെ, അതുണ്ടോ ഇതേ ചേട്ടൻ. അല്ല, ആ ലിവറെല്ലാം എങ്ങനെ അങ്ങ് പിടിച്ചോണ്ട് ആ ഹോള് കറക്റ്റ് ആക്കി വെക്കുക. ഒക്കെ അത്രേ ഉള്ളൂ. കണ്ടോ, അതാണ് ആ ഹോള് കറക്റ്റാക്കി കൊണ്ടു വയ്ക്കുക. എന്നിട്ട് ലിവറെ പൊക്കിയെടുത്തിടുക. ഇപ്പോൾ ഈ സൈഡ് ടയർ കയറ്റിയിട്ട് ഇനി അത് വലിച്ച് മുറിക്കാൻ മതി. ഇനി ആ സൈഡിലൂടെ ടയർ ഇട്ടിട്ട് വണ്ടി അപ്പുറത്തോട്ട് മാറ്റിയിടും. എന്നിട്ട് വേണം നമുക്ക് ഹെഡ് അഴിക്കാൻ. ഹെഡെന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഹെഡ്, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ആണോ? മനസ്സിലായാൽ മതി, കുഴപ്പമില്ല. മനസ്സിലാക്കി വരുന്നു. അപ്പോഴേ നമ്മുടെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടു. അപ്പോൾ ഇവിടെ ഇട്ട് ഹെഡ് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വെളി വരെ ഒന്ന് പോയിച്ചു വന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയിടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെ, അഴിക്കാൻ തുടങ്ങി. വാൽവ് കവറൊക്കെ അഴിച്ചു വെച്ചു. ഇതാ വാൽവിൻ്റെ കവർ അഴിച്ചു വെച്ചേക്കാം. ഇത് ഓസുകളൊക്കെ മറ്റേ ടയറൊക്കെ ഇട്ട് അവർ പോയി. അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇത് അടുത്ത ഷിഫ്റ്റുകാരാണ് എൻജിൻ അഴിക്കുന്നത്. അപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് എൻജിൻ്റെ ഹെഡ് അഴിക്കാൻ പോവാം. അതിനെന്ന് വെച്ചാൽ ഓയിൽ ചിലവായിരുന്നു ഭയങ്കര. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി. നമ്മുടെ പേരെന്നാ? സുജിത്ത്. അടുത്ത് തന്നെയാണോ? നേരത്തെ ലൈലൻഡിലായിരുന്നു അതോ? PSN. അപ്പോൾ ഇങ്ങോട്ട് ഇതിപ്പോൾ അടുത്ത സർവീസ് സെൻറ്റർ വന്നതുകൊണ്ട് സൗകര്യമായി അല്ലേ? അപ്പോൾ നിങ്ങളെ ഉച്ച കഴിഞ്ഞായിരുന്നോ ഷിഫ്റ്റ്?
ഉച്ച കഴിഞ്ഞാണ് ഇച്ചിരി നേരത്തെ കയറിയത് 4 മണിക്കായിരുന്നു. നൈറ്റ് വരെ ഉണ്ട്. 12:30 വരെ. നമ്മൾ നേരത്തെ കഴിക്കാൻ വേണ്ടി ഈ ഫ്രണ്ടിലെ വീലൂടെ ഒന്ന് അഴിച്ചു നല്ലതായിരുന്നു. ഫ്രണ്ട് അഴിക്കുന്നുണ്ട്. അഴിക്കുന്നുണ്ടല്ലേ? ബാക്ക് ഹബ് ഗ്രീസ് എല്ലാം അത് കഴിഞ്ഞു. ബാഗിന്റെ എല്ലാം കഴിഞ്ഞു. ഫ്രണ്ട് അഴിക്കുന്നു. കാരണം നല്ല ഓയിൽ ലീക്കും ഇഞ്ചക്ടർ എല്ലാം ലീക്ക് ആയിരുന്നു ഇതിലല്ലേ. ഡീസൽ ലീക്ക് എല്ലാം. ഡീസൽ ലീക്ക് ഉണ്ടായിരുന്നു അതിലെ, കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു. കവറിന്റെ എല്ലാം പോയിട്ട് ഓയിൽ ചാടിക്കൊണ്ടിരുന്നു. പാക്കിങ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? വാൽവ് കവറിന്റെ പാക്കിങ് പോയത്. ബാക്കി നോസിൽ പൈപ്പ് ചില പൈപ്പൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന വഴിക്ക് നല്ല ഡീസൽ ലീക്ക് ഉണ്ടായിരുന്നു, ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പിന്നെ വണ്ടി ഇങ്ങോട്ട് വന്ന വഴിക്ക് ഓഫായി പോയി. സ്റ്റാർട്ട് ആകുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നു. പിന്നെ ഇതുണ്ട്, ഈ ഗിയറിൻ്റെ എല്ലാം എൻ്റെ എല്ലാം പോയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യണം. നല്ല കട്ടിയുണ്ട് ഗിയർ. പാടുണ്ട്. ക്ലച്ച് പക്ഷേ ക്ലച്ച് ഒന്ന് നോക്കണം. എയർ ക്ലച്ച് ആക്കാൻ നോക്കുന്നുണ്ട്. എയർ ക്ലച്ച് ആക്കണം. അത് കയറ്റണം. ഫിംഗർ ടൈപ്പ് ആയിരിക്കും. പിന്നെ അത് ആ പാഞ്ചിയുടെ മാറിയിട്ടതാണ്. പിന്നെ അവിടെ എല്ലാം കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. വഴിയിലുള്ള പണിയായതുകൊണ്ടേ എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കണം. അതെ, അഴിച്ചെടുക്കുന്ന സാധനമാണ് ടർബോ. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അഴിച്ചഴിച്ചിങ്ങെടുക്കുക. ഇങ്ങനെ എന്തെല്ലാം സാധനം കൂട്ടിപ്പിടിപ്പിച്ച് ചെയ്തൊന്നും ഉണ്ടാക്കിയത്. അതെ, ഒരു വണ്ടി ആകുന്നു അല്ലേ? അതെ. അഭിജിത്ത് വീടെവിടാ? ചിങ്ങവനം. ഇവരെല്ലാം കോട്ടയത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാവരും. രണ്ടുപേരൂടെ പ്ലാൻ ചെയ്ത് പുഷ്പിച്ചിരിക്കുന്നല്ലോ ഡ്രസ്സ്. അല്ലല്ല, ഞാൻ രാവിലെ ഒരു ഷർട്ട് എനിക്ക് ഇടാൻ വേണമെന്ന് പറഞ്ഞ് ഇതാ എനിക്ക് എടുത്തുകൊണ്ട് തന്നെ. ഞാൻ പ്ലാൻ ചെയ്തല്ല. ഞാനും പ്ലാൻ ചെയ്തൊന്നുമല്ല. ഞാൻ പോരാൻ നേരം കണ്ട ഒരു ചുരിദാർ ഇട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഹെഡിൻ്റെ ബോട്ടുകളെല്ലാം അഴിച്ചു. ഇത് റോക്ക് റാമ്പ് അഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഇതുണ്ടോ, ഈ ഇതുണ്ടോ, ഇവിടെ തൊട്ട് മുകളിലോട്ടുള്ള ഈ ഭാഗമാണ് ഹെഡ്. ഉണ്ടോ? അതാണ് ഊരിയെടുക്കുന്നത്, അഴിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കംപ്രസർ. നമ്മൾ കംപ്രസറും പീസാക്കേണ്ടി വരും. എയർ കയറാനും താമസമുണ്ട്. പിന്നെ ഓയിലും വരുന്നുണ്ട്, വെള്ളവും വരുന്നുണ്ട് ടാങ്കിൽ. അതെ, ഹെഡെല്ലാം ബോൾട്ടെല്ലാം അഴിച്ചു. ഹെഡിപ്പോൾ എടുക്കും. ഇപ്പോൾ ഈ എടുത്ത സാധനമാണ് ഇത് ഇൻടേക്ക് മാനിഫോൾഡ് എന്ന് പറയും. ഹെഡ് വേറെ കേട്ടോ, ഹെഡായിട്ടില്ല. ഇനി എടുക്കാൻ പോകുന്ന സാധനമാണ് ഹെഡ്. അതല്ലേ ഇളക്കുന്നത് കണ്ടോ? നല്ല വെയിറ്റാണ്. വെയിറ്റ് ഉണ്ട്. അപ്പം അതാണ് ഹെഡ്, എഞ്ചിൻ്റെ ഹെഡ്. അതിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ അയച്ചെടുക്കണം. ഇതിലൊരു പാക്കിംഗ് ഉണ്ട്, അതാണ് ജാസ്കറ്റ് ഇരിക്കുന്നത്. ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ പോയിട്ടുണ്ടല്ലേ? ഓയിൽ വരാൻ പാടില്ലാത്ത, അപ്പോൾ ടർബോ പോയോണ്ടാണ് ഇതുവഴിയുള്ള ഓയിൽ വന്നേക്കുന്നത്. ഓയിൽ വന്ന പിന്നെ റിങ്സും ഒന്ന് നോക്കാം അല്ലേ? പൊടി കയറിയിട്ടുണ്ടാവും. ഇത് എന്തായാലും വെളിയിൽ നിന്നുള്ള പൊടികൾ ആ സൈഡ് മൊത്തം ഈ ഇളക്കുന്നതാണ് ഗ്യാസ്കറ്റ്. ഈ പാക്കിങ് എങ്ങനെയുണ്ട്? ഓയിൽ അതിലെല്ലാം അടിച്ചിട്ടുണ്ട് അല്ലേ? ഓയിൽ കയറിയിട്ടുണ്ട്. 3 സിലിണ്ടറിൽ ഓയിൽ വന്നിട്ടുണ്ട്. ഓയിൽ കയറി കത്തിയിട്ടുണ്ട്. അതാണ് ഓയിൽ, നല്ല ഓയിൽ കത്തുന്ന മണം ഉണ്ടായിരുന്നല്ലോ. അത് ഈ ടർബോ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഓയിൽ വന്നത്. കൂളന്റിൽ ഓയിൽ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഗാസ്കറ്റ് പോയെന്ന് പറയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ കൂളന്റ് ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പം ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടില്ല. എന്തായാലും ഓയിൽ കയറി കത്തിയിട്ടുണ്ട്. സ്ലീവ് എങ്ങനെ ഉണ്ടെന്ന് പാടുവല്ലോ ഉണ്ടോ? കുഴപ്പമില്ല. ഇല്ലല്ലേ? നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇത് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ഈ കാണുന്നതാണ് പമ്പ്. ഈ പമ്പിന് വല്ല പ്രത്യേകത ഉണ്ടോ? ഇത് ബോഷിന്റെ പമ്പാണ്, റോട്ടറി പമ്പാണ് വരുന്നത്. സാധാരണ ലൈലാൻഡിലൊക്കെ പറഞ്ഞാൽ ഇൻലൈൻ പമ്പാണ് വരുന്നത്.
ഇത് പിന്നെ കോൾഡ് സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഒക്കെ ഉള്ള പമ്പാണ്. ഓ, തണുപ്പുള്ള സ്ഥലത്തൊക്കെ സ്ഥലത്ത് കൂടുതലും യൂസ് ചെയ്യുന്ന ഈ പമ്പാണ് യൂസ് ചെയ്യുന്നത്. ശരി. അപ്പോൾ അത് നമ്മൾ ആ സ്വിച്ച് വേറെ ഒന്നും ചെയ്യുമൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി വർക്കാവും. ആ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ -30, -40, -50 ഒക്കെ ആയിരിക്കും ചിലപ്പം വർക്ക് ചെയ്യാൻ. അതുപോലെ ചൂട് വരുമ്പോഴും ഭയങ്കര ചൂട്. അതുണ്ടോ, ആ സാധനമാണ് ലിഫ്റ്റ് ചെയ്യുന്ന പമ്പ്. ആ റൗണ്ടിലൊരു സാധനം ഇരിക്കുന്നുണ്ടോ, അതിങ്ങനെ പിരി ലൂസ് ചെയ്തിട്ട് മുകളിലോട്ട് എയർ പിടിക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്ന പമ്പ് അതാണ്. പിന്നെ ഇതാണ് ഓയിൽ നോക്കുന്നത്. അതൊക്കെ അറിയാമല്ലോ, ഓയിൽ ഗേജ്. നമ്മുടെ വണ്ടിയുടെ ഭാരത് ബെൻസിന്റെ ഇങ്ങനെ അല്ലല്ലോ ലിഫ്റ്റ് ചെയ്യുന്ന പമ്പ്. അല്ലല്ല, അത് ആ ഫിൽറ്ററിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. അത് ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പാണ്. ഇത് പഴയ വണ്ടിയല്ലേ, പഴയ മോഡലുമാണ്. ഇത് ലിഫ്റ്റ് ചെയ്യാൻ എന്തൊരു പാടാ. ഇതിനടിയിൽ കയറി നിൽക്കാം, വലിയ പാടൊന്നുമില്ല. പക്ഷേ ആ പമ്പ ലിഫ്റ്റ് ചെയ്ത് കയ്യാലെ തൊലി പോയിട്ടുണ്ട്. അതറിയോ? ഇപ്പോഴൊന്നുമില്ല, പണ്ട് സിംഗിൾ വണ്ടി ലൈലൻഡ് വണ്ടിയും കൊണ്ട് നടക്കുന്ന കാലത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ചൂടല്ലേ എന്താ കാലം ചൂടുമല്ലേ, വണ്ടി ഓടുമ്പോൾ ഇത് ചൂടായിരിക്കുമല്ലോ, അന്നേരം ആയിരിക്കുമല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ എയർ പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൈയുടെ തൊലി പോകും. ഇപ്പോൾ നമുക്ക് ഈ റേഡിയേറ്റർ ഒഴിക്കണം, റേഡിയേറ്റർ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ലേ, പവർ സ്റ്റിയറിംഗിലെ ബോക്സിലേക്ക് ഓയിൽ ടാങ്കാണ്, ഇതിനകത്ത് ഓയിൽ ഒഴിക്കുന്നത്. ആ പൈപ്പ് അങ്ങോട്ട് പോകുന്നത്, ബോക്സിലേക്ക് പോകുന്നത്. ഇത് ഡീസൽ ഫിൽറ്റർ. ഇത് 2 എണ്ണം, ഇതിനകത്ത് 2 ഫിൽറ്ററാണ്. ഒരെണ്ണത്തിനകത്ത് തുണി ഫിൽറ്ററായിരിക്കും, ക്ലോത്ത്, തുണി കൊണ്ടുള്ള ഒരെണ്ണം പേപ്പർ. ഇവിടെ തന്നെ ഒരു ഫിൽറ്റർ കൂടെ ഉണ്ട്, ഇത് വാട്ടർ സെപ്പറേറ്ററും ഉണ്ട്. അതിൻ്റെ എല്ലാം കണക്ഷൻ ഊരിയിട്ടേക്കാം ഈ വാട്ടർ സെപ്പറേറ്ററിന്. ഇതില്ലേ വാട്ടർ സെപ്പറേറ്ററിന് ഇതാ. അപ്പം വെള്ളം വന്നാൽ ഇതിനകത്ത് നിൽക്കും, എന്നിട്ട് നമ്മളത് ഇടയ്ക്ക് തുറന്ന് വിടണം. ഇനിയിപ്പം എൻജിൻ ഓയിലും കൂടെ ചോർത്തും, എന്നിട്ട് വേണം അങ്ങോട്ട് ബാക്കി പിസ്റ്റണൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ നിന്ന് അഴിച്ചു വിടണം. അടിയിലാകും പിന്നെ ക്രാങ്കേഴ്സ് അഴിക്കും, അത് അഴിച്ചിട്ട് അതിനകത്തൂടെ വേണം അഴിക്കാൻ. അപ്പോൾ ആദ്യം ഓയിൽ ചോർത്തും ഇനിയിപ്പോൾ. അപ്പോൾ അതെ, എൻജിൻ ഓയിൽ അഴിച്ചു വിട്ടു. ഓയിൽ കുറച്ച് കുറവായിരുന്നു, 2-3 ലിറ്റർ കുറവുണ്ട്. എന്നുവെച്ചാൽ ഓയിൽ കത്തിപ്പോയില്ലായിരുന്നു. ഇവിടെ ഡ്രൈവർമാർക്ക് റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അത് ഭാരത് ബെൻസിലെ പോലെ AC റൂമാണ്. ആണോ? ആ, എന്നാൽ പിന്നെ റെസ്റ്റ് റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഡ്രൈവർമാരുടെ റെസ്റ്റ് റൂം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് റൂം. AC ഒക്കെ ഉണ്ട്. അതെ, AC ഉള്ള വേറെ ഒരിടത്തും കാണുകയല്ലോ കേട്ടോ, ലൈലൻഡിൻ്റെ സർവീസ് സെൻറ്റർ. പറയാതിരിക്കാൻ പറ്റിയല്ല. ആ, വേറൊരിടത്തും ഇല്ല. ഭാരത് ബെൻസിനുണ്ട് എല്ലായിടത്തും AC റൂമാണ് ഡ്രൈവർമാർക്ക്. ഡ്രൈവർമാർക്ക് TV ഫോണല്ലേ ഉള്ളത്. TV ഇപ്പോൾ ആരാ കാണുന്നില്ല, ഫോണാ എല്ലാവരുടെയും കയ്യിൽ. വെള്ളമൊക്കെ ഉണ്ട്. അതൊന്നും ലൈലൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ ഞാൻ ഒരുപാട് കാലം പോയിട്ടുണ്ട്, ഒരിടത്തും കിട്ടിയിട്ടില്ല. ചേട്ടായി പോയത് പണ്ടല്ലേ, ഇപ്പോൾ ഉണ്ടോന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈയിടെ ഒരിടത്ത് ഞങ്ങൾ പോയിട്ട് വന്നതാണല്ലോ ഈയിടെ. ആ, അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, അല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ടോയ്ലറ്റൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്നാ? സന്തോഷ്. എവിടെ വീട്? എവിടെ? ഇപ്പം തരാം. വീടൊക്കെ അടുത്താ? കുറുപ്പന്തറ. എല്ലാം ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ്. ഇവിടെ ലഞ്ച് റൂമും പാൻട്രിയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഇവിടുത്തെ ഇവരുടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അല്ലല്ലേ, ഡ്രൈവർമാർക്ക് നല്ല റെസ്റ്റ് റൂമൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. എന്നാന്ന് ചോദിച്ചാൽ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവർ വണ്ടി ഓടി ഇവിടെ എത്തുന്നത്. ചിലപ്പം അത് തന്നെയല്ലെന്നേ, ഈ ഉറക്കളച്ച് ഓടിച്ച് വന്നേച്ച് ഒന്ന് പ്രത്യേകിച്ച് AC റൂമുള്ള വളരെ നല്ലതാണ്. പക്ഷേ അവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഒരു ഉറക്കം ഉറങ്ങിയാൽ നല്ല ഇതായി. പക്ഷേ വണ്ടി പണി കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു റെസ്റ്റും ആവും, നല്ല ഇതാണ്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും റെസ്റ്റ് റൂമുകളൊന്നും ഇല്ല, ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ചിലയിടത്തൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മളോട് എല്ലാവരും പറയാണ്ട് നിങ്ങൾ ഇന്ത്യൻ വണ്ടികൾ എടുക്കുക, ഈ ഭാരത് ബെൻസ് എടുക്കുന്നതിന്. പക്ഷേ സംഭവമൊക്കെ ശരിയാണ്, ഇന്ത്യൻ വണ്ടികൾ എടുക്കുക. പക്ഷേ അതിനുള്ള ഫെസിലിറ്റിയും കൂടി ഇവർ തരണം. ഇപ്പോൾ ഡ്രൈവർമാരാണേലും അവർ മനുഷ്യരല്ലേ, അവർ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണ്ടല്ലേ. ഈ ഉറക്കളച്ച് വന്നു വെച്ചാൽ അവർക്കൊരു റെസ്റ്റ് കിട്ടണ്ടേ. അതിപ്പോൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ AC ബസ്സിൻ്റെ ക്യാബിൻ AC അല്ലല്ലോ. ഇന്നലെ വന്ന വണ്ടി ഇവിടെ വെക്കണ്ടോ? ഡ്രൈവർ ക്യാബിൻ AC അല്ല, പുറകോട്ട് മൊത്തം AC. ആൾക്കാരെ വെച്ചുകൊണ്ട് എന്തൊരു ഇത്രയും പേരുടെ ജീവൻ ഈ ഡ്രൈവർ റെയിലായിരിക്കുന്നത്. ആ പുള്ളിക്ക് AC ഇല്ലാതെ അവരൊന്ന് ഉറങ്ങിപ്പോയാൽ ഇത്രയും പേരുടെ ജീവൻ പോകും. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ ബസ്സിൻ്റെ ക്യാബിൻ ഏത് കണ്ടാലും കയറി ഡ്രൈവർ ക്യാബിൻ AC ആണോ എന്ന് നോക്കും. മിക്ക വണ്ടികളുടെയും ഡ്രൈവർ ക്യാബിൻ AC അല്ല. വോൾവോയ്ക്കൊക്കെ അതെ, അല്ലാതുള്ള വണ്ടികൾക്കൊന്നും
ഡ്രൈവർ ക്യാബിന് AC അല്ല, ഡ്രൈവർ ക്യാബിന് ഇങ്ങനെ തിരിച്ചേക്കുക, പുറകോട്ട് മൊത്തം AC, അതെ. ഇവിടെ ഒരു ഫാനും വെച്ച് കൊടുക്കും. ഈ രാത്രി തൊട്ട് നേരം വെളുക്കുന്നതിന് വരെ ഉറക്കളച്ചിരുന്ന് ഓടിക്കുന്നതെന്ന് ഓർക്കണം. ഇനിയും ഒരാൾ 2 ഡ്രൈവർമാർ കാണും മിക്ക വണ്ടിയിലും, ഇനി സിംഗിൾ ഡ്രൈവർമാർ വരുന്ന വണ്ടികളും ഉണ്ട്. അപ്പം ഈ ഒരാൾ ഓടിക്കുന്ന സമയത്ത് ഒരാൾ കിടന്നുറങ്ങുക ചെയ്യുന്നത്. അപ്പം ശരിക്കും നല്ല AC-ക്കകത്താണ് ആ കിടന്നുറങ്ങുന്ന ആൾ നല്ലപോലെ കിടന്നുറങ്ങും. അത് തന്നെ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് വലിയ ക്ഷീണം ഉണ്ടാകത്തുമില്ല AC-ലാണെങ്കിൽ. ഇത് ചൂടെന്ന് പറഞ്ഞാൽ ചൂടങ്ങോട്ടടിച്ച് നമ്മൾ വേർത്ത് വല്ലാത്തൊരവസ്ഥയിലാണ്. കാണുന്നല്ലേ ഷർട്ടൊക്കെ ഊരിയിട്ട് ബനിയനൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അതെ, അപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അത് ശരിക്കും ഇപ്പം മനസ്സിലായി. പണ്ട് നമുക്കതുപോലെ തന്നെ അറിയാവുന്ന, അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടികളെല്ലാം, എല്ലാ വണ്ടികളും ക്യാബിന് AC-യാണ്, എല്ലാ വണ്ടികളും AC-യാണ്. അപ്പം അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് വേണ്ടത്. ഡ്രൈവർമാരെ വേണ്ട രീതിയിൽ പലരും പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ ചില ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വണ്ടികൾ, ഇപ്പം അവർ പോകുന്ന ടൂറിസ്റ്റുകൾ റൂമൊക്കെ എടുത്ത് നല്ലപോലെ കിടക്കും, ഡ്രൈവർ ചിലപ്പം കാറിനകത്തായിരിക്കും കിടക്കുന്നത്. അവരും ചിന്തിക്കുന്നില്ല ഈ ഡ്രൈവർ നല്ല രീതിയിൽ ഉറങ്ങിയാലേ നാളെ സേഫായിട്ട് ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അവരും ചിന്തിക്കുന്നില്ല. ഇനി ചെല്ലുന്ന ചില റിസോർട്ടുകളിലൊക്കെ ഡ്രൈവർമാർക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ, പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഇല്ല. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ഇതെല്ലാം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓയിലൊക്കെ ചോർത്തി ഞാൻ ക്രാങ്കേഴ്സ് അയക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ എന്നാ രസമൊന്നുണ്ടോ? ചെമ്മാനം. അതെ, ഞാൻ അപ്പുറത്ത് വന്നപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ചുവപ്പ് കളറ്. നമ്മളെ വേറെ സ്റ്റേറ്റുകളിൽ പോകുമ്പോഴല്ലേ കൂടുതൽ ഈ സൂര്യാസ്തമയവും ശ്രദ്ധിക്കുന്നത്. ഉദയം പിന്നെ ചിലപ്പോഴൊക്കെ കാണാറുള്ളൂ. ഇപ്പോഴാണ് കിളികളെയൊക്കെ കാണാതെ. അയച്ച സാധനങ്ങളെല്ലാം ഇതേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ക്രാങ്കേഴ്സ് ഊരി വെച്ചു. ഇതിനകത്താണ് ഓയിൽ, ഇതിനകത്താണ് നിൽക്കുന്നത് കേട്ടോ. എൻജിൻ ഓയിൽ ഇതിനകത്താണ് നിൽക്കുന്നത്, എൻജിനടിയിൽ വരുന്ന ഭാഗമാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഹീറ്ററൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഓയിൽ തണുത്ത് കിടക്കുമ്പോൾ അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അത് സാധാരണ നമ്മളിവിടുത്തെ വണ്ടികൾക്കൊന്നും ഇല്ല. എന്ന് പറഞ്ഞാലേ ഇത് മൈനസിലൊക്കെ ഓടുന്ന വണ്ടിയല്ലേ. മൈനസിൽ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ആണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. 30-40 അതിന് മുകളിൽ കാണുമായിരിക്കും. അപ്പോൾ അതെ, നമ്മൾ പിസ്റ്റൺ ഊരുക, പിസ്റ്റണും സ്ലീവും ഊരിയെടുക്കുക. അതന്നെ ഫ്രീ ആയിട്ട് ഊരി പോകുന്നല്ലേ? ഫ്രീ ആയിട്ട് ഊരി പോകുന്നത്. അത്രയും കുറേ ആൾ കടന്നു. ഇത് സ്ലീവ്, ആ കൊള്ളു പോലെ ഇരിക്കുന്ന സാധനം. മറ്റേ പിസ്റ്റൺ, അതിലാണ് റിങ്സ് വരുന്നത്. സൈഡിൽ കിടക്കുന്ന ആ റിങ് പോലെ വരുന്നത് ആണ് റിങ്സ്. ഓയിൽ കയറി കത്തിക്കൊണ്ടിരുന്നതാണ് ഓയിൽ. അതാണ് അങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് 2 സ്ലീവും പിസ്റ്റണും ഊരി, ബാക്കിയും കൂടെ ഊരണം. അതിങ്ങനെ കറക്കി വേണം വയ്ക്കാൻ. ഇത് കണ്ടോ, ഇത് കറക്കുന്നതനുസരിച്ച് കറക്കി, കറക്കുന്നതനുസരിച്ചുണ്ടോ ഇത് ഇങ്ങനെ ഇത് വർക്കാകുന്നത്. പിസ്റ്റൺ കണ്ടോ, 2 താഴേക്ക് പോകും, മുകളിലേക്ക് വരും. അങ്ങനെ ഉണ്ടോ? ഈസി ആയിട്ട് ഊരി എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. വർക്ക് ചെയ്യുന്ന 1 6 വരെ ദിശ തന്നെ വർക്ക് ചെയ്യുന്നത്. 1-ാമത്തേതും 6-ാമത്തേതും. അപ്പം ടൈമിങ് ഇതിൽ വരുമ്പോൾ വ്യത്യാസം വരും. ശരിക്കും ഇത് ഫ്ലൈ വീൽ റിംഗ് അല്ലേ? അത് ആ കയ്യിലിരിക്കുന്നത് ഫ്ലൈ വീൽ റിംഗ്. അതെ, അടുത്ത ഒരു സെറ്റ് കൂടെ അഴിച്ചു. ഹാഫ് എഞ്ചിനെ അഴിച്ചിട്ടുള്ളൂ കേട്ടോ, പകുതി എഞ്ചിനെ അഴിച്ചിട്ടുള്ളൂ, മൊത്തം അഴിച്ചിട്ടില്ല. ഹാഫ് എഞ്ചിനാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഹബ് ബോർഡ് അഴിക്കാൻ വേണ്ടി, ഫ്രണ്ട് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈപ്പ് ഒരു ജാക്കി വണ്ടിയെ മേടിച്ച് വെച്ചാലേ. ടയർ ഇപ്പം എയറിലാറായി. എന്തൊക്കെ കുറച്ചുകൂടെ പോകണം. കറക്കി നോക്കി, നല്ലപോലെ അങ്ങോട്ട് കറക്കും. നല്ലപോലെ ഇറങ്ങും അല്ലേലും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ ടയർ തള്ളിക്കൊണ്ട് എന്തായാലും നടന്നിട്ടുണ്ടെന്നല്ലോ. ഇങ്ങനെയുള്ള ടയറല്ല, ഡിസ്കൊന്നും ഇല്ലാത്ത ടയർ തന്നെ. ജീപ്പിൻ്റെയൊക്കെ ടയർ, ജീപ്പിൻ്റെ, ഓട്ടോറിക്ഷ ടയർ, ബൈക്കിൻ്റെ ടയർ, സൈക്കിളിൻ്റെ. ഒരു ടയറിന് വേണ്ടി എന്ത് പാപ്പാട് വഴക്കുണ്ടാക്കി. അന്നൊന്നും ടയറൊന്നും, പഴയ ടയറൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ അവിടെ നിന്ന്. നമ്മുടെ എന്തായാലും പാടുപെട്ട ഒരു ടയർ കൊണ്ടുവന്നു, അതുകൊണ്ട് തോട്ടിക്കൊണ്ട് കഴുകി, എന്നിട്ട് ഇതും തള്ളിക്കൊണ്ട് നടക്കും ഒരു ജീപ്പിൻ്റെ ടയർ. എത്ര കാലം അതുകൊണ്ട് നടന്നറിയോ.
അപ്പോൾ അതെ എൻജിൻ്റെ എല്ലാ സാധനങ്ങളും അഴിച്ചിവിടെ അടുക്കി വെച്ചു. എൻജിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ പകുതി എൻജിനേ ഉള്ളൂ കേട്ടോ, പകുതി ഭാഗമേ ഉള്ളൂ, ഹാഫ് എൻജിൻ നമ്മൾ പണിയുന്നത്. ഇനി നമ്മുടെ റേഡിയേറ്ററൊക്കെ അഴിക്കാനുണ്ട്, അതിൻ്റെ പുറകെ അവരഴിക്കും. ജാക്കേന്നേ ആ മുക്കാലിയിലേക്ക് കൊള്ളിച്ചു, ജാക്കി താത്തു. അതിൻ്റെ ഹബ്ബ് നല്ല ലൂസ് ഉണ്ടായിരുന്നു. ഇപ്പം മൂരി വന്നുണ്ടോ, ചിലപ്പോൾ അല്ലാതെ തന്നെ ഇങ്ങനെ തട്ടിയാലെങ്കിൽ ഊരിപ്പോരും. അതാ ഷൂ ഒരയുന്നുണ്ടായിരുന്നേ, ബൈക്ക് ഷൂവിൽ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഞാനോർത്ത് ഡ്രമ്മ് മറ്റേ കാരപ്പേറ്റെല്ലാം ഒരയുന്നതാണ്, പക്ഷേ ഷൂവിൽ ഒരഞ്ഞിട്ടുണ്ട് അല്ലേ, ഷൂവിൽ ഒരഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് വന്നു, ഇവിടെ സർവീസിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരിയാ കണ്ടേ. വീട്ടിലുണ്ട്. ഏത് വണ്ടിയാ? ഇപ്പൊ ഒരു പണി കഴിഞ്ഞ വണ്ടിയാ. അത് ഹബെല്ലാം ലൂസായിരുന്നു. ലാൻഡർ ഒന്നും ഉണ്ടോ, അത് പിടിച്ചിട്ട് പോലും ഇല്ല. ഇത് അവിടുന്ന് ഇതെല്ലാം അയച്ച് നോക്കിയിട്ട് വരണമെന്ന് ഞാൻ ഓർത്താ, പക്ഷേ ഭയങ്കര മഴയായിരുന്നുകൊണ്ട് ഒരു പണി നടന്നില്ല. പിന്നെ ഉള്ള ജീവനം കൊണ്ട് അവിടുന്ന് പോരും ചെയ്ത്. ആ ഡ്രമ്മിനകത്ത് കണ്ടോ ഈ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ചെയ്യുന്ന ഉള്ളിക്ക് ചുമ്മാ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന ആ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. തുരുമ്പ് പോകാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്. ഒരു കളറായി. ടൈറ്റായിരുന്നു ഊരാൻ. ആ സൈഡ് അത് തുരുമ്പ് അതിനകത്ത് മൊത്തം. അതാ മറ്റേ ഇതൊഴിച്ചിട്ടേക്കാം, ഇച്ചിരി കഴിഞ്ഞ് നോക്കി. ഇപ്പോൾ ഈ സൈഡ് അയക്കാം. ആ സൈഡ് അത് ലൂസായി കിടന്ന് ഓടിയതുകൊണ്ടുകൂടാണ് ഒരു അതിൻ്റെ ലോക്കൊന്നും ഇല്ലായിരുന്നു. ഈ സൈഡ് ഊരിപ്പോന്നു, കുഴപ്പമില്ല. അതേല ആ ലോക്ക് ഏത് ലോക്കല്ല? ഈ 2 ലോക്കുണ്ട്. ഇത് ആക്സിഡൻ്റ് ലോക്കാണ്. ഇത് ആക്സിഡൻ്റ് തുമ്പത്ത് വരുന്ന ലോക്ക്. ഇത് രണ്ടും ഇല്ലായിരുന്നു അപ്പുറത്താണ്. അത് ബെയറിംഗ് എല്ലാം നമ്മുടെ സെയിം ബെയറിംഗ് തന്നെ അല്ലേ? ഹബിന് നല്ല വലിപ്പം ഉണ്ടെന്നുള്ളത്. ഓ, ഇത് വീൽ സിലിണ്ടറാണ് വരുന്നത് അല്ലേ? പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ബക്കറ്റൊക്കെ ലീക്ക് ആകാനുള്ള ഒരു സാധ്യതയില്ലേ? റൈറ്റ് സൈഡ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നേ, പണ്ടത്തെ പെട്രോൾ വണ്ടിയില്ലേ, പെട്രോൾ ജീപ്പ്, അതേലും ഇതിപ്പോൾ എന്ന് പറഞ്ഞാലേ ഇതെന്താ അതിനകത്തെ അത് ഫുള്ള് അതിൻ്റെ കിറ്റെല്ലാം മാറേണ്ടി വരും അല്ലേ? മാറേണ്ടി വരും. അപ്പോൾ ഞങ്ങളിനി പോവാ, സമയം 9 മണിയായി. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അതെ, നാളെ കാണാം. നാളെ ഞാനും മൊത്തം വരുന്നില്ല, നാളെ ചേട്ടനോ അനിയനോടെ പോരെ. അതെ, നാളെ ഇനി ട്രിപ്പ് പോകണ്ടേ, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു. തീർന്നില്ല, എനിക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലേ. അതെ, അപ്പം ഇന്നിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗിലെ വീല് 2 അഴിച്ചു വെച്ച് അത് ഫുള്ള് അപ്ഗ്രീസ് എല്ലാം ചെയ്ത് ലൈനർ അടിച്ചു. ആ ബാഗിലെ 2 ടയറിൻ്റെ പണി തീർന്നു, അതെല്ലാം കയറ്റി മുറുക്കി. പിന്നെ ഇപ്പം ഫ്രണ്ട് വീല് 2 അഴിച്ചു. ഇനി അത് അപ്ഗ്രീസ് ചെയ്യണം, ലൈനർ അടിക്കണം. പിന്നെ അതിൻ്റെ ആ വീൽ സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ കിറ്റ് മാറുകയോ അല്ലെ സിലിണ്ടർ മാറുകയോ ഒക്കെ ചെയ്യണം. അത് ഇവിടെ കിട്ടുമെന്ന് കമ്പനി കിട്ടാനുള്ള സാധ്യതയില്ല. അത് എവിടുന്നേലും തപ്പി പിടിക്കണം, എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കണം. പിന്നെ എൻജിൻ ഹാഫ് എൻജിൻ അഴിച്ചു വെച്ചേക്കാണ്. അപ്പം അത് എല്ലാം ക്ലീൻ ചെയ്ത് ബാക്കി പരിപാടികൾ ചെയ്യണം. പിന്നെ റേഡിയേറ്റർ അഴിക്കണം, പിന്നെ കംപ്രസറും കൂടെ അഴിക്കേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ ഇവർ വൈകിട്ട് അഴിച്ച് വെക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ രാവിലെ വന്നിട്ട് അത് നോക്കാം. മെയിൻ കാര്യങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോകരുത്. അത് പറയാൻ പറ്റത്തില്ല, എന്നും കാണുന്നില്ല ഇത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഓർത്തിരിക്കണം. ഈ കാണിച്ചു തന്നതും പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അഥവാ ഇനി മറന്നു പോവാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കിക്കോളാം. വീഡിയോയിൽ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അല്ലാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരുന്നോണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോകാം, ബാക്കി നാളെ കാണാം. നാളെ നിങ്ങൾ കണ്ടോ, ഞങ്ങളില്ല. ആയിക്കോട്ടെ.